ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഉപയോഗിക്കുന്ന കോക്കനട്ട് ഓയിലില്ലേ അതെങ്ങനെയാണ് പ്രോസസ്സ് ചെയ്ത് പാക്ക് ചെയ്ത് വരുന്നതെന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ മീറ്റിങ്ങിന് വന്നേക്കുന്ന റോയൽ റിജൻ്റ് ഓഫീസിലാട്ടോ. കൗതുകത്തിൻ്റെ പേരിൽ ചോദിച്ചതാണെങ്കിലും ഉൾവശം കയറി കാണാനും വീഡിയോ എടുക്കാനും അവർ അനുവാദം തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്നതൊക്കെയും കൊപ്രകളാണ് ചാക്കി കെട്ടിയിരിക്കുന്നത്. കൊപ്ര എന്ന് പറഞ്ഞാൽ തേങ്ങ പൊട്ടിച്ച് ചിരട്ട മാറ്റി ഉണക്കിയെടുത്തിട്ടുള്ളവയാണ് കൊപ്ര. ഈ കൊപ്രയിൽ നിന്നാണ് നമ്മൾ യഥാർത്ഥത്തിൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത്. ഈ താഴെ കിടക്കുന്നത് കണ്ടോ, അത് കൊപ്രയും കഴിഞ്ഞ് നമ്മൾ എണ്ണയും മാറ്റിയതിന് ശേഷം വരുന്ന വേസ്റ്റാണ്. ആ വേസ്റ്റ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്നത് കാലികളിലെ പശുക്കൾ, ആ പശുക്കൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിനകത്ത് എണ്ണ മാറിയിട്ടുണ്ടാവും. അത് വേസ്റ്റ് എന്നാട്ടോ പറയുന്നത്. ഈ വേസ്റ്റാണ് നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടിയിട്ട് മറ്റു ഫാക്ടറികളിലേക്ക് പോകുന്നത്. കൂടാതെ ഈ കാണുന്ന മെഷീൻസൊക്കെ ഓരോ കുക്കറുകളാണ്. ഈ കുക്കറിൻ്റെ ഉള്ളിലാണ് എണ്ണ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. കുക്കറിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ബാക്കി പ്രൊസീജിയേഴ്സും കാര്യങ്ങളും നടക്കുന്നത്. പുറത്തേക്കൊക്കെ എക്സ്പോർട്ട് ചെയ്യേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇതിലെ വെള്ളത്തിൻ്റെ അംശം പൂർണ്ണമായും നീക്കം ചെയ്തതിന് ശേഷമാണ് പാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ട്. നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ തേങ്ങ വറക്കുമ്പോൾ കിട്ടുന്നൊരു സ്മെല്ലില്ലേ, ആ സ്മെല്ല്. അപ്പോൾ പുറത്ത് നമ്മൾ ഓഫീസിലെ മീറ്റിങ്ങിന് കയറുന്ന സമയത്തൊക്കെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് നമുക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഒരു കറി പൗഡറിൻ്റെ ഒക്കെ പോലെ നമ്മൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ഒരു ഫീലില്ലേ, ആ ഫീലായിരുന്നു. അപ്പം നമ്മളിവിടെയുള്ള ചേച്ചിമാരോടൊക്കെ സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവർ ആ നാട്ടിൻപുറത്തുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പം അവിടെയുള്ളവർക്കൊരു തൊഴിൽ മാർഗ്ഗം കൂടിയാണ് ഇത്. അപ്പം ഇവിടെ വന്നപ്പം നമ്മൾ 2-3 വാങ്ങിച്ചിട്ടിട്ടാണ് കേട്ടോ തിരിച്ചു പോകുന്നത്. ഇവിടുന്ന് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ പുറത്ത് കൊടുത്ത് വാങ്ങിക്കുന്ന വിലയിലും കുറവ് കൊടുത്ത് നമുക്ക് ഈ എണ്ണ സ്വന്തമാക്കാൻ കഴിയും. എൻ്റെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് കൂടിയാട്ടോ ഇത്. അപ്പം കണ്ടപ്പം ഒരു സാറ്റിസ്ഫാക്ഷൻ, എല്ലാം ചോദിച്ച് മനസ്സിലാക്കി സംസാരിച്ച് നല്ല രസകരമായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെ വാങ്ങിച്ചതിന് ശേഷം നമ്മൾ തിരിച്ച് ഓഫീസിലേക്ക്. അപ്പോൾ ബായ്.